ഡോക്ടർ ജയരാജ്, ഈ ആമയിഴഞ്ചാൻ തോട് ഒരു ഈജിയൻ തൊഴുത്തായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നതാണോ കരുതേണ്ടത്? അതായത് കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷേ മാറ്റമൊന്നും വരുത്താൻ സാധിച്ചിട്ടില്ല. നോക്കൂ, നമ്മുടെ ലോകത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇതുപോലുള്ള തോടുകളുണ്ട്, കനാലുകളുണ്ട്, ജലാശയങ്ങളുണ്ട്. അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന് താങ്കൾ ഒരു പക്ഷേ ഈ സഞ്ചാരത്തിനിടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എത്ര മനോഹരമായി നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ മാറ്റാം. പക്ഷേ അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വേണം, ഭരണ നേതൃത്വം വേണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെ ഇനിയെങ്കിലും, ഇപ്പോൾ ജോയ് തിരിച്ചു വരുമോയെന്നൊന്നും അറിയില്ല, ഇനിയെങ്കിലും ഈ പശ്ചാത്തലത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടതല്ലേ? അങ്ങനെ നടത്തും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ അല്ലേ? മാലിന്യങ്ങൾ വീണ്ടും കൊണ്ടുപോയി തള്ളും. ഈ ആമയിഴഞ്ചാൻ തോടിലും അതുപോലെ പാർവതി പുത്തനാറിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നവരെ, നിയമം കയ്യിലെടുക്കുന്നവരെ, നിയമം ലംഘിക്കുന്നവരെ പിടിച്ചു കെട്ടാനുള്ള ആർജവമെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ കാണിക്കേണ്ടതല്ലേ? ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലേ? ഇതൊരു ഐ ഓപ്പണറായി മാറുമെന്ന പ്രത്യാശയിൽ തന്നെയാണ് ഞാൻ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. വേണ്ടേ ഡോക്ടർ ജയരാജ്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കണക്കൊരു അപ്പുറത്തെ സൈഡ് റോസി ഒന്നും അല്ല. നമ്മളിപ്പോ ഹംഗറി പോയി കഴിഞ്ഞാൽ അവിടുത്തെ പല തോടുകളിലും ഈ പറഞ്ഞ കണക്കൊരു നദികളിലും ഒക്കെ കാലിൽ നനയ്ക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അത്രയ്ക്ക് ടോക്സിൻസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും വെള്ളം കയറുന്നതും ഇന്ത്യൻ പല നഗരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാം ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. പെട്ടെന്നുണ്ടാകുന്ന മഴകൾ, ഈ കൂമ്പാര മേഘങ്ങൾ, അതിനെ തുടർന്ന് ഈ അടുത്ത സമയത്താണല്ലോ ഇത്രയധികം ഫ്ലഡുകൾ വന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു ചർച്ച നടത്താം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം വെള്ളം ഒഴിച്ചു വരുന്നുണ്ട്. എത്ര വലിയ ഈ പറഞ്ഞതുപോലെ നമ്മൾ തോടുകൾ ഉണ്ടാക്കി വെച്ചാലും ഇതിന് ഒരു ഇത് വേണം, റിയാക്ഷൻ ടൈം വേണ്ടേ? റണ്ണിങ് ടൈം, ഇത്രയും വെള്ളം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ ടൈം കിട്ടാതെയുള്ള സമയത്ത് ഇത് കരകവിഞ്ഞൊഴുകും. അതിന്റെ കൂടി പ്ലാസ്റ്റിക് കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇരട്ടിയാവും ഇതിന്റെ ഒരു പ്രശ്നം. കുറെയൊക്കെ ഒതുക്കാൻ പറ്റും ഈ പ്ലാസ്റ്റിക് പരിഹാരം കണ്ടെത്തണ്ടേ? ഞാൻ പറയുന്നത് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലുള്ള ഒക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്. മാത്രമല്ല, അല്ല ഇപ്പൊ എത്രയോ കോടികൾ കൊടുത്ത് ക്യാമറകൾ, വലിയ വലിയ ക്യാമറകളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഈ പരിസരങ്ങളിലൊക്കെ വെക്കട്ടെ. നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ അവസ്ഥയാണ് ഞാൻ പരാമർശിച്ചത്. ക്യാമറകളൊക്കെ വെക്കട്ടെ, പിടിക്കട്ടെ, ഇവർക്ക് ഫൈൻ അടിക്കട്ടെ, അല്ലെങ്കിൽ പിടിച്ച് അകത്തിടട്ടെ, അതെങ്കിലും ചെയ്യും. ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ജഗതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും മറ്റേ നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ. ആ നെറ്റ് വളരെ ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. അത് IIT മദ്രാസിന്റെ പ്രോജക്റ്റ് ആണ്. അത്രയും പൊക്കത്തിനകത്തൂടെ എന്തായാലും അതിന് തോട്ടിലോട്ട് എടുത്ത് എറിയാൻ പറ്റില്ല, സൈഡിലൂടെ എറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് ആ സൈഡിൽ 2 ഗ്രില്ല് വെച്ചിരിക്കുന്നത്. അതുപോലെയുള്ള ഗ്രില്ലുകൾ ചെറിയ ചെറിയ പാലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ഇറച്ചി മാലിന്യങ്ങൾ, മറ്റു സാധനങ്ങളൊക്കെ വൻതോതിൽ ചിക്കന്റെ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുമെല്ലാം പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടിയിട്ടാണ് കൊണ്ടുവന്ന് ഇടുന്നത്. അതുണ്ടാവുന്ന അല്ല, അതിന് ചുറ്റും വൈദ്യുത കമ്പികൾ സ്ഥാപിച്ചാലും കുഴപ്പമില്ല. തെറ്റ് ചെയ്യുന്നവ അടിച്ചു പോട്ടെ. അല്ല, സീരിയസ്ലി. കാരണം ഡോക്ടർ ജയരാജ്, നമ്മൾ ഇത് ചിരിച്ചു തള്ളേണ്ടതല്ല. ഇറ്റ്സ് ഹൈ ടൈം. ജോയ് ബലിയാടായി. സംഭവം ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഈ കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു ജോയിയുടെ കയ്യിലായിരിക്കും. ഈ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് വൻ മുതലാളിമാർ കൊടുത്തു വിടുന്നത് ഏതെങ്കിലും ഒരു പാവം തൊഴിലാളികളുടെ കയ്യിലായിരിക്കും. ആ തൊഴിലാളി ഷോക്കേറ്റുമായിരിക്കും. അവനറിയുന്നില്ലല്ലോ ചെയ്യുന്ന വലിയ ക്രൈം ആണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം വയലേഷൻസ് ചെയ്യുന്നവരുടെ സോഴ്സ് കണ്ടെത്തിയതിനു ശേഷം അവർക്ക് നിർബന്ധിത സാമൂഹ്യ സേവനം പ്ലസ് ഹെവി ടാക്സ്, ഹെവി ഫൈൻ, ഇത് രണ്ടും കൂടെ നടപ്പിലാക്കണം. അതുപോലെ തന്നെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. പിന്നെ പത്രമാധ്യമങ്ങളെല്ലാം ഇവരുടെയൊക്കെ ഫോട്ടോ അടക്കം പത്രത്തിൽ എഴുതണം. ഇന്ന ആളിനെ മാലിന്യം വഴി തള്ളിയതിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഇടക്കതുണ്ടായിരുന്നു. പത്രങ്ങൾ അങ്ങനെ വന്നതാണ്. മാലിന്യം വലിച്ചെറിഞ്ഞതിന് ഫോട്ടോ അടക്കം വന്നതാണ്. നല്ല കാര്യം, അറിയട്ടെ. സാമൂഹ്യ ദ്രോഹികളാണ് ഇവർ. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ ആളുകളെങ്കിലും ഭയപ്പെടും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്യാമറ മോണിറ്ററിങ്ങിനേക്കാളും ക്യാമറ ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അത് നമ്മൾ പല ക്യാമറ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ശ്രീരാം വെങ്കിട്ടരാമൻ
ഒരാളെ ഇടിച്ചു വന്നപ്പം ആ ക്യാമറ വർക്ക് ചെയ്തില്ല കൃത്യമായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള അതുപോലെയുള്ള പല പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇതിനൊക്കെ ഇപ്പം ബൈക്ക് റേസ് നടത്തുമ്പോൾ ഏത് ക്യാമറ ആ വെച്ച് ക്യാമറ കഴിഞ്ഞാലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ, നടപടി എടുക്കണം. അല്ലാതെ ഏതെങ്കിലും ട്രേഡ് യൂണിയനിൽപ്പെട്ടവർ അവിടെ കൊടി വെക്കുമ്പോൾ പിറകോട്ട് പോകരുത്, കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം. അത് CPM കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP കാരനാണെങ്കിലും തെറ്റാരാണ് ചെയ്യുന്നത് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണം. ആ ആർജവമാണ് തീർച്ചയായിട്ടും ഭരണകൂടത്തിന് വേണ്ടത്. അത് തന്നെയാണ് വേണ്ടുന്നതും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ദുർവിധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീർച്ചയായും. ദുരനുഭവങ്ങൾ ഇനിയെങ്കിലും കേരളത്തിൽ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. കാര്യം ഇതൊരു ശരിക്കും ഇതൊരു ഐ ഓപ്പണർ ആണ്. ഇതിലെങ്കിലും കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇതെങ്കിലും കണ്ട് പഠിച്ചില്ലെങ്കിൽ മനുഷ്യൻ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. യെസ് വളരെയധികം നന്ദി.